സങ്കീർത്തനം 9:1. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. 2024 അവസാനത്തെ ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നാം എത്തിയതല്ല, ദൈവം നമ്മെ എത്തിച്ചതാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. പാട്ടുകാരൻ പാടിയതുപോലെ, വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ യേശു ചെയ്തത്. നമുക്കും പറയുവാൻ സാധിക്കില്ലേ ഇത്? എണ്ണി തീർക്കുവാൻ വയ്യാത്തതുപോലെ ദൈവം നമുക്ക് നന്മകൾ തന്നില്ലേ? ജീവനോടെ ശേഷിച്ചിരിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ അത്ഭുതം. കഷ്ടതകളാകുന്ന വെള്ളം നമ്മെ മുക്കിക്കളയത്തക്ക രീതിയിലെത്തിയപ്പോൾ നാം മുങ്ങിപ്പോകാതെ കാത്ത ദൈവത്തെ നമുക്ക് മറക്കുവാൻ സാധിക്കില്ല. അഗ്നി ശോധനയിൽ കൂടി കടന്നപ്പോൾ അഗ്നി നമ്മെ ദഹിപ്പിച്ചില്ല, കാരണം ഈ ദൈവം നമ്മെ സംരക്ഷിച്ചു. യാത്രകളിൽ ദൈവം സൂക്ഷിച്ചു. ആയിരുന്നിടത്തൊക്കെ ദൈവം നമ്മെ കരുതി സംരക്ഷിച്ചു. അനർത്ഥങ്ങളൊന്നും വ്യസനകാരണമായി തീർന്നില്ല. സകലത്തിനും നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. സങ്കീർത്തനം 100 സങ്കീർത്തനക്കാരൻ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിനെന്ന് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിനോട് നമുക്ക് നന്ദിയുള്ളവർ ആയിരിക്കാം. ഈ ദിനത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ നമുക്ക് എന്താണുള്ളത്? നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് എന്തെങ്കിലും നേടി എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് എങ്കിൽ അത് വെറും മിഥ്യാധാരണയാണ്. നമ്മിലെ നിഗളമാണ് അങ്ങനെയൊരു ചിന്ത പുറത്തു കൊണ്ടുവരുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും അല്ലാതെ മറ്റൊന്നും ഉണ്ടാകുവാൻ പാടില്ല. മറ്റുള്ള ജഡീകമായതും ലോകത്തിൻ്റെ സ്വാധീനമായതും എന്തെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷാവസാന ദിനം ആയിരിക്കാം പുതിയ വർഷത്തിലേക്ക് സ്തോത്രത്തോടെ കാൽച്ചുവടുകളെ വയ്ക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.